വിലങ്ങാട് വനഭൂമിയിൽ തീപിടിച്ചു. തെക്കേ വായാട് റവന്യൂ ഫോറസ്റ്റിലാണ് തീ പടർന്നത്. തീ മറ്റിടങ്ങളിലേക്ക് പടരുമോ എന്ന ആശങ്കയുണ്ട്. വിലങ്ങാട് സെക്ഷൻ ഫോറസ്റ്റ് ടീമും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കുന്നു. ദൃശ്യങ്ങളിലേക്ക്. ലിനറ്റ് വർഗീസ് ചേർന്നു വിവരങ്ങളുമായി. ലിനറ്റ്, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായ നിഗമനം? തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ ഇപ്പോൾ? ലക്ഷ്മിപത്മ, ഇതുവരെ തീ നിയന്ത്രണം വിധേയമാകാൻ സാധിച്ചിട്ടില്ല. ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് കോഴിക്കോട് വിലങ്ങാട് വനഭൂമിയിൽ കാട്ടുതീ പടരുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു തുടക്കത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം തന്നെ ആരംഭിച്ചത്. പ്രത്യേകിച്ച് വനഭൂമിയിലാണ്, റവന്യൂ ഭൂമിയിലാണ് ഇത്തരത്തിൽ ഇങ്ങനെ തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. തെക്കേ വായാട് റവന്യൂ ഫോറസ്റ്റിന്റെ ഭാഗത്താണ് തീപിടുത്തം ആരംഭിച്ചിരിക്കുന്നത്. വലിയൊരു കാറ്റ് തന്നെ ഈ ഒരു സമയത്ത് വിലങ്ങാട് ഭാഗത്ത് വീശുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് രക്ഷാപ്രവർത്തനത്തിനൊക്കെ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. തീ മറ്റിടങ്ങളിലേക്കും പടരുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ നാട്ടുകാരും അതോടൊപ്പം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും. വിലങ്ങാട് സെക്ഷൻ ഫോറസ്റ്റ് ടീമും അതോടൊപ്പം നാട്ടുകാരും ചേർന്നാണ് തീ അണയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ തന്നെ ദുർഘടമായ ഒരു പാതയാണ്. കാരണം വനമേഖലയാണ്, അവിടേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂവിനൊന്നും തന്നെ എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം നാട്ടുകാരും ചേർന്നാണ് തീ അണയ്ക്കാൻ വേണ്ടി അതിന് നേതൃത്വം നൽകുന്നത്. പ്രത്യേകിച്ച് ഈ പച്ചിലയൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രദേശത്ത് വളരെ വലിയ കാറ്റാണ് ഉള്ളത് എന്ന വിവരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് ഈ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന് അത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ലക്ഷ്മി പത്മ. ലിനറ്റ് വർഗീസ് ആണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.